നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ സൂവിലാണ്. ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം സൂവിനെക്കാട്ടി കുറച്ചുകൂടെ വലുതാണ് നമ്മുടെ തൃശ്ശൂരുള്ള സൂ എന്ന്. അപ്പോൾ തൃശ്ശൂരുള്ള സൂ എങ്ങനെയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ഗേറ്റ്. ഇതിനകത്തൂടെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് മ്യൂസിയം ക്യാൻറ്റീൻ ഉണ്ട്. അവിടുന്ന് ഫുഡൊക്കെ കഴിക്കണം എന്നുള്ളത് കഴിക്കാം. ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. ഇവിടെ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് പോകാൻ. ടിക്കറ്റ് റേറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്താ ഇവിടെ ബോർഡാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സൺഡേ കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റാണ് കേട്ടോ. പിന്നെ തിങ്കളാഴ്ച അവധിയാണ്. ബുധനാഴ്ചകളിൽ 1 മണി തൊട്ട് 4:30 വരെ ഉള്ളൂ. അങ്ങനെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ്. 5 വയസ്സുള്ള കുട്ടികൾക്ക് ടിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് അകത്തോട്ടൊന്ന് കയറണം. തൃശ്ശൂരിൽ സുവോളജിക്കൽ പാർക്ക് വരുന്നത് കൊണ്ട് ഇവിടെ നിന്ന് കുറേ അനിമൽസിനെയൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇവിടെ ഇനി മൃഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് അകത്ത് കയറിയാലേ എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ 3D ഷോയൊക്കെ നടക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് സംസ്ഥാന മ്യൂസിയം മൃഗശാല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊക്കെ വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമുക്ക് പോവാം. ഇവിടെ പ്രത്യേകിച്ച് ഫീ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എൻട്രി ടിക്കറ്റ് കാണിക്കേണ്ടത്. കയറിയ സമയത്ത് നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ആണെങ്കിൽ അകത്ത് കൊണ്ട് കയറാനൊന്നും സമ്മതിക്കില്ല. ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഗ്രീൻ പാരറ്റാണ് കേട്ടോ കാണാനുള്ളത്. കേജിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോഴേ നമുക്ക് ഈ ബേഡ്സിനെയൊന്നും പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഒരുപാട് നേരം ശ്രദ്ധിച്ചൊക്കെ നോക്കുമ്പോഴായിരിക്കും ബേഡ്സൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ മനസ്സിലാവുന്നത് പോലും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് താഴെ ബോർഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നക്ഷത്രവനം ഗാർഡൻ ഉണ്ട്. നമ്മുടെ നക്ഷത്രത്തിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ചെടികൾ ഏതാണെന്നുള്ളത് ഇത് നോക്കുമ്പോൾ മനസ്സിലാകും. നക്ഷത്രവനമൊക്കെ കണ്ടിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇതാ കുറച്ച് ബേഡ്സ് ഇവിടെയുണ്ട്. ഇതിൻ്റെ പേര് റിയ എന്നാണ്. ഓരോ കേജിൻ്റെ താഴെയും അതിൻ്റെ കൂടിനകത്തുള്ള ബേഡ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നൊക്കെ നമുക്ക് ഈ ബോർഡ് വായിക്കുമ്പോൾ മനസ്സിലാകും. ഈ സൂവിൻ്റെ അകത്തൂടെയൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു ചെറിയൊരു കാടിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 13.5 ഏക്കറോളം സ്ഥലമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞാൻ മുന്നോട്ട് വന്നപ്പോൾ അടുത്ത കേജിൽ ഒരു കരിങ്കൊക്കുണ്ട്. അടുത്ത കേജിൽ പരുന്തിരിപ്പുണ്ട്. കൊക്കും പരുത്തും ഒക്കെ നോക്കിയപ്പോൾ 1-2 കേജിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മൂങ്ങ വന്നപ്പോൾ ഇതാ ശരിക്കും ഉണ്ട്. എണ്ണത്തിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു മൂങ്ങകളായിരിക്കും. പിന്നെ നടന്ന് തളരുമ്പോൾ ഇതാ ഇരിക്കാനായിട്ട് സീറ്റൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ ചെറിയ കുഞ്ഞ് ഗാർഡനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇതാ ഒരു ചുവര് നിറച്ചും ബേഡ്സിൻ്റെയൊക്കെ പടം വരച്ച് വെച്ചിട്ട് അതിൻ്റെ പേരൊക്കെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു കേജ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ആ കേജിൻ്റെ അകത്ത് ബേഡ്സോ അനിമൽസോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. അവിടെയൊക്കെ കുറച്ച് ബേഡ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം. അടുത്തത് ഇതാ മുള്ളംപന്നിയാണ്. ഒരാളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെല്ലുമ്പോൾ അതിൻ്റെ അകത്തുള്ള കേജൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എന്തൊക്കെ പണിയൊക്കെയാണ്. അപ്പോൾ ഒരാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് ഇതാ നമ്മൾ നടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് വാഷ്റൂം ഉണ്ട്. പേ ആൻഡ് യൂസ് ആണ്. ആശകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൃഗങ്ങൾക്ക് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല, പിന്നെ അതിൻ്റെ അടുത്തേക്കൊന്നും പോകരുത് എന്നൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത കേജിലെത്തിയപ്പോൾ ഇതാ 2 ചെന്നായകളാണ്. അത് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം നിന്നു. ഇനി ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ ഇതാ വിശാലമായ ഒരു ഏരിയയാണ് കേട്ടോ. ഇവിടെ ഉള്ളത് കുറുക്കനാണ്. അത് ഒരു കുറുക്കനെ കണ്ടുള്ളൂ. പിന്നെ ലോങ് വ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയിൽ അത്രയും സൂം ചെയ്തിട്ടും കുറുക്കനെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് ഇതാ ഒട്ടകപ്പക്ഷിയാണ് വീണ്ടും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഒട്ടകപ്പക്ഷി കുറച്ച് നേരം ഒരു ഇതാ ഗേറ്റിലൊക്കെ തള്ളുകയും തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ ഒട്ടകപ്പക്ഷികളൊക്കെയാണ് കണ്ടതെന്ന് തോന്നുന്നു. ഇനി മുന്നോട്ട് വന്നപ്പോൾ ഇതാ കൃഷ്ണമൃഗമാണ് ഈ കേജിനകത്തുള്ളത്. മാനാണ്. ഇതാ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. മാന് ഒരുപാടെണ്ണം ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഹിപ്പോപ്പൊട്ടാമസിനെയും കലമാനെയൊക്കെ കാണാനുള്ളത് ഇനി ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലോട്ടാണ് പോവേണ്ടത്. അവിടെയാണ് ഈ മൃഗങ്ങളൊക്കെ ഉള്ളത്.
മുകളിലെത്തിയതിന് ശേഷം താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയത്തിൻ്റെ കുറേ പോർഷൻസ് ഒക്കെ നന്നായിട്ട് കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ കുറേ മാനുകളൊക്കെ നിൽപ്പുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ അടുത്തും മറ്റൊരു കേജുണ്ട്, അവിടെയും കുറേ മാനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനായാലും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലം ഉള്ളത് കൊണ്ട് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് നടന്നെല്ലാം കാണാനൊക്കെ പറ്റും. ഇനി അടുത്ത കാണാനുള്ളത് ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. അപ്പോൾ വെള്ളത്തിനകത്ത് ഹിപ്പോ നിപ്പുണ്ട്, നമുക്ക് നോക്കിയിട്ട് വരാം. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വെള്ളത്തിൻ്റെ മുകളിലോട്ടൊന്നും അത് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ തന്നെ ഇതാ അങ്ങനെ കിടക്കുകയാണ്. അത് മാത്രമല്ല കേട്ടോ, ഇപ്പുറത്ത് വന്നപ്പോൾ ഇതാ ഒരു വലിയ കുളമുണ്ട്. അതിൻ്റെ അകത്ത് ഹിപ്പോ ആണോ അത് റൈനോ ആണോ എന്ന് കൺഫ്യൂഷനാണ്. ലോങ് വ്യൂ ആയതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കണ്ടു കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് ഈ സെക്ഷനിൽ കാണാനുള്ളത്. ഇവിടെ ഒരുപാട് മാനുണ്ട്, പിന്നെ ഹിപ്പോ ഉണ്ട്, റൈനോ ഉണ്ട്. ഇതൊക്കെയാണ് ഈ സെക്ഷനിലുള്ളത്. ഇനി അപ്പുറത്ത് ഒരു സെക്ഷനും കൂടെ ഉണ്ട്, അവിടെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത് വന്നപ്പോൾ വലിയൊരു കുളമാണ്. കുളത്തിൻ്റെ അകത്ത് എല്ലാവരും എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ വലിയൊരു മുതലയാണ്. മുതല മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു ആമകളും നീന്തി കളിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്കുള്ള പാർക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ മോനുള്ളത് കൊണ്ട് അവന് പാർക്കിലൊക്കെ കയറാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവനെയും കൊണ്ട് കുറച്ച് നേരം പാർക്കിലൊക്കെ കയറി എല്ലാ റൈഡ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്നു. പാർക്കിലൊക്കെ കളിച്ചു കഴിഞ്ഞ ശേഷം ഇറങ്ങിയപ്പോൾ അടുത്ത് കണ്ടത് കുറച്ച് പക്ഷികളെയാണ്. പക്ഷികളെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മളിനി ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. അപ്പോൾ അടുത്തതാ വീണ്ടും കുറേ മാനുകളുടെ സെക്ഷനാണ്. അവിടെയും ഒരുപാട് മാനുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ. അകത്തോട്ടൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വഞ്ചിയൊക്കെ കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ എമു ആണ് കേട്ടോ ഇനിയുള്ളത് കാണാനായിട്ട്. എമു കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ളത് മാംസഫുക്കുകളാണ്. അപ്പോൾ അതിലിതാ ടൈഗറും പുള്ളിപ്പുലിയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് അകത്തോട്ടൊന്ന് കയറാം, അതൊക്കെ ഉണ്ടോയെന്ന് കാണാം. ആദ്യം തന്നെ സിംഹമാണ്. സിംഹം നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അതിൻ്റെ ഫുഡൊക്കെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, സുഖമായിട്ട് ഉറങ്ങുവാണ്. അടുത്ത ടൈഗറാണ്. ടൈഗർ കേജിൻ്റെ തൊട്ടടുത്തായിട്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ അടുത്ത് കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അലർച്ചയൊക്കെ കേട്ടിട്ട് കുട്ടികളൊക്കെ പേടിച്ചു പോയി കേട്ടോ. ഇവിടെ പുള്ളിപ്പുലിയാണ് ഉള്ളത്. പക്ഷേ ഇതൊക്കെ നല്ല ദൂരത്ത് നിൽക്കുന്നത് കൊണ്ടും പിന്നെ കേജ് ഫുൾ കവർ ചെയ്തേക്കുന്നത് കൊണ്ടും വ്യക്തമായിട്ട് നമുക്ക് കാണാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് കേജുകളൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അതിൻ്റെ അകത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത് വന്നപ്പോൾ കുരങ്ങന്മാരാണ്. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്തൊരു ബേർഡാണ്. പേരറിയാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത ബോർഡിൽ നോക്കി ഇതിൻ്റെ പേര് സ്വർണ്ണക്കോഴി എന്നാണ്. അപ്പോൾ അതിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മളിനി ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല വിശാലമായ ഗാർഡനൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇനി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാനുള്ളത് മുതലയാണ്. അപ്പോൾ മുതല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് നേരം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ അവിടെ കുറേ കുരങ്ങന്മാരുടെ സെക്ഷനാണ് കേട്ടോ.
പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ ഇതാ മയിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മയിലുകളുണ്ടായിരുന്നു. പക്ഷേ പീലിയുള്ള മയിലിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാണുമായിരിക്കാം, പക്ഷേ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന പക്ഷികളിൽ ഈ മയിലിനെ മാത്രമാണ് നമ്മൾ കണ്ടത്. കുറച്ച് ഫ്രണ്ടിൽ വന്നപ്പോൾ ഇതാ മരത്തിൻ്റെ വേരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്കൊക്കെ പോയത്. ഇനിയുള്ളത് പാമ്പുകളുടെ സെക്ഷനാണ് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇതാ ഒരു ടാങ്ക് പോലെ ചെയ്തിട്ട് അതിൽ ആമയൊക്കെ കുറേ ഇട്ടിട്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അപകടം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ബാരിക്കേഡിലോ ഗ്ലാസ്സുകളിലോ ഒന്നും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ ആദ്യം കാണുന്നത് പൈത്തണയാണ്. ഇപ്പോൾ ഈ പൈത്തണ മാത്രമാണ് AC ആയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉള്ളത്. ബാക്കി എല്ലാ പാമ്പുകളും സാധാരണ ഒരു ചെറിയ കേജിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പൈത്തൺ മാത്രം വെള്ളത്തിൽ വലിയൊരു കേജിൽ വിശാലമായിട്ട് കിടക്കുകയാണ്. ബാക്കിയുള്ളത് കണ്ടില്ലേ ചെറിയ ചെറിയ കൂടുകളിലൊക്കെയാണ് കിടക്കുന്നത്. ഇതൊരു മൂർഖനാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇവയുടെയൊക്കെ പേര് മുകളിൽ ബോർഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പൊതുവെ ഭയങ്കര ഇരുട്ടും കൂടെ ആയതുകൊണ്ട് തന്നെ പാമ്പുകളൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് നേരം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് ഓരോ കോർണറിലൊക്കെ പാമ്പിരിക്കുന്നത് കാണാൻ പറ്റുന്നത്. ഇരുട്ടായത് കാരണം എല്ലാ പാമ്പുകളെയും കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ പാമ്പിൻ്റെ സെക്ഷനൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തൃശ്ശൂരുള്ള സൂവിൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള പാർക്ക്, വ്യത്യസ്തമായ കുറേ മൃഗങ്ങൾ, പാമ്പ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നല്ല കാഴ്ചകളായിരുന്നു. വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.